ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള CSK ഇത്തവണ പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാക്കി മുന്നോട്ട് പോകുകയും പരിക്ക് വീണ്ടും വില്ലനായി മാറിയിരിക്കുകയാണ്. ഇത്തവണ സ്റ്റാർ പേസ് ഓൾറൗണ്ടറായ ജാമി ഓവർട്ടനാണ് പരിക്കേറ്റ് പുറത്തായിരിക്കുന്നത്. ഓവർട്ടൺ നാട്ടിലേക്ക് മടങ്ങിയെന്നാണ് CSK ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. വലതു കാൽത്തുടക്കേറ്റ പരിക്കിനെ തുടർന്ന് താരം നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ CSKയുടെ മികവിന് പ്രധാന കരുത്തായ താരങ്ങളിൽ ഒരാളാണ് ഓവർട്ടൺ. ഇംഗ്ലണ്ട് താരമായ ഓവർട്ടൺ 10 മത്സരങ്ങളിൽ നിന്ന് 14 വിക്കറ്റുകളും 136 റൺസുമാണ് നേടിയത്. ഡെത്ത് ഓവറിലടക്കം മികവ് കാട്ടാൻ ഓവർട്ടന് സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർട്ടന്റെ പരിക്ക് CSKയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. ഓവർട്ടന്റെ പരിക്ക് CSKയെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. CSKയെ സംബന്ധിച്ച് പരിക്ക് വേട്ടയാടുന്നത് ഈ സീസണിൽ ഇതാദ്യമല്ല. ഇത്തവണ വലിയ പ്രതീക്ഷയോടെ CSK കണ്ട പേസറായ നഥാൻ ഇല്ലീസ് പരിക്കേറ്റ് പുറത്തായി. ഇടതുകൈയൻ പേസർ ഖലീൽ അഹമ്മദും പാതി വഴിയിൽ പരിക്കേറ്റ് മടങ്ങി. 3ാം നമ്പറിൽ കസറി കളിച്ചിരുന്ന യുവതാരം ആയിഷ് മാത്രയ്ക്കും പാതി വഴിയിൽ പരിക്കേറ്റു. ആദ്യ മത്സരത്തിൽ മികവ് കാട്ടിയതിന് പിന്നാലെ രാമകൃഷ്ണ ഘോഷ് പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തായി. പകരക്കാരനായി CSK കൊണ്ടുവന്ന സ്പെൻസർ ജോൺസിനും പരിക്കേറ്റ് പുറത്തായി. ഡെവാൾ ബ്രേവ്സിന് പരിക്കേറ്റതിന് ശേഷം തിരിച്ചു വരാൻ സാധിച്ചെങ്കിലും പരിക്ക് ബാധിച്ചു. MS ധോണിക്ക് പരിക്കിനെ തുടർന്ന് ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല. 8 താരങ്ങളാണ് ഇതിനോടകം തന്നെ പരിക്കിന്റെ പിടിയിലായിരിക്കുന്നത്. ഏതൊരു ടീമിനെ സംബന്ധിച്ചും ഇത് വലിയ തിരിച്ചടിയാണെന്ന് തന്നെ പറയാം. 11 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റാണ് CSKയ്ക്കുള്ളത്. നിലവിൽ 5ാം സ്ഥാനത്തുള്ള CSKയ്ക്ക് ശേഷിക്കുന്ന 3 മത്സരങ്ങളിലും തകർപ്പൻ ജയം നേടാൻ സാധിക്കേണ്ടതുണ്ട്. ഇതിനിടെ ഓവർട്ടന് പരിക്കേറ്റത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ വെല്ലുവിളിയെ CSK എങ്ങനെ മറികടക്കുമെന്നതാണ് കണ്ടറിയേണ്ട കാര്യം. ലക്നൌവിനെതിരെയാണ് CSKയുടെ അടുത്ത മത്സരം. ധോണി CSK ടീമിനൊപ്പം ലക്നൌവിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ അവസാന നിമിഷം ധോണി ഈ തീരുമാനം പിൻവലിച്ചു. ഇതോടെ ലക്നൌവിനെതിരെയും ധോണി ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പായി. സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് മികവിലാവും CSKയുടെ ഇനിയുള്ള പ്രതീക്ഷകൾ. സഞ്ജുവും ഋതുരാജ് ഗെയ്ക്വാദും പവർ പ്ലേക്കുള്ളിൽ നൽകുന്ന മികച്ച തുടക്കം CSKയ്ക്ക് നിർണായകമാകും. ഉർവിൽ പട്ടേൽ ബാറ്റ് കൊണ്ട് വെടിക്കെട്ട് തുടരേണ്ടതായുണ്ട്. CSKയുടെ സ്പിന്നർമാർ മികവ് കാട്ടുന്നുണ്ട്. എന്നാൽ പരിക്കിനെ തുടർന്ന് CSKയുടെ പേസ് നിര ദുർബലമായത് ടീമിനെ പിന്നോട്ടടിക്കുമോ എന്ന കാര്യത്തിലാണ് ആശങ്കയുള്ളത്. എന്തായാലും CSKയ്ക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.